നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. വടകരയിൽ തെരഞ്ഞെടുപ്പിന് ശേഷവും വാട്സാപ്പ് ഗ്രൂപ്പ് വഴി വർഗീയ പദാവലികൾ പ്രചരിപ്പിക്കുന്നവർക്കെതിരെ പോലീസ് നടപടിയെടുക്കണമെന്ന് മുസ്ലിം യൂത്ത് ലീഗ് നേതാക്കൾ. കുടുംബ ബന്ധങ്ങളുടെ പവിത്രത ഓർമ്മപ്പെടുത്തി വിസ്ഡം ഫാമിലി കോൺഫറൻസ്. ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർക്ക് ഉസ്ബെക്കിസ്ഥാനിൽ ആദരം. വ്യാജവൈദ്യം സമൂഹത്തിന് വെല്ലുവിളിയാണെന്ന് ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ. സമസ്ത ലേണിംഗ് മൊബൈൽ വെബ് ആപ്ലിക്കേഷൻ ലോഞ്ചിങ്ങും സമസ്ത ഗ്ലോബൽ ഇൻഫോ സമ്മിറ്റും മെയ് 8 കോഴിക്കോട്ട്. ഞാൻ നിഷിത സുരേഷ്. വിശദമായ വാർത്തകളിലേക്ക്. വടകരയിൽ വാട്സാപ്പ് ഗ്രൂപ്പ് വഴി വർഗീയ പദാവലികൾ പ്രചരിപ്പിച്ചവർക്കെതിരെ പോലീസ് നടപടിയെടുക്കണമെന്ന് മുസ്ലിം യൂത്ത് ലീഗ്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിനു ശേഷവും ഇത്തരം പദപ്രചാരണം നടത്തുന്നതിലൂടെ നാട്ടിൽ കലാപം ഉണ്ടാക്കാനാണ് വെറുപ്പ് പ്രചരിപ്പിക്കുന്നവർ പദ്ധതിയിട്ടിരിക്കുന്നതെന്നും പ്രസിഡന്റ് മിസ്ഹബ് കീഴരിയൂർ പറഞ്ഞു. യൂത്ത് ലീഗിന്റെ പ്രവർത്തകന്മാർക്കെതിരെ യൂത്ത് ലീഗിന്റെ യൂണിറ്റ് കമ്മിറ്റിക്കെതിരെ നടന്ന ഒരു പ്രചരണം എന്ന നിലയിൽ ഏറ്റവും ആദ്യം തന്നെ പോലീസിനെ സമീപിക്കുവാനും ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ഇത് വ്യാജമായി നിർമ്മിച്ചവരെ അറസ്റ്റ് ചെയ്ത് നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെടാനും യൂത്ത് ലീഗ് ഒന്നാം ഘട്ടത്തിൽ തയ്യാറായി. രണ്ടാമതായി യൂത്ത് ലീഗിന്റെ നിയോജക മണ്ഡലം കമ്മിറ്റിയും പഞ്ചായത്ത് കമ്മിറ്റിയും ഒക്കെ ഇത് യൂത്ത് ലീഗിന്റെ പേരിൽ യൂത്ത് ലീഗ് പ്രവർത്തകന്മാരുടെ പേരും നിർമ്മിച്ചെടുത്തതാണ് എന്ന് ഞങ്ങൾക്ക് ഉറപ്പാണ്. ഇനി ഏതെങ്കിലും തരത്തിൽ ഞങ്ങളാണ് ഇത് നിർമ്മിച്ചത് എന്ന് തെളിയിക്കാൻ സാധിച്ചാൽ 10 ലക്ഷം രൂപ ഇനാം പ്രഖ്യാപിക്കുന്നു എന്ന് ഇവിടുത്തെ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ കഴിഞ്ഞ ഒരാഴ്ചക്കാലമായി ഞങ്ങൾ മുന്നിൽ വെച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അത് ഞങ്ങളുടെ വിശ്വാസ്യത ഉറപ്പുവരുത്താൻ വേണ്ടിയും ഈ വിഷയത്തിൽ ഞങ്ങൾ നിരപരാധികളാണെന്ന ഉറച്ച ആത്മവിശ്വാസത്തിന്റെയും ബലത്തിലാണ് അങ്ങനെ ഒരു പ്രതികരണം ഒരു യുവജന സംഘടന എന്ന നിലയിൽ ഞങ്ങൾ നടത്തുന്നത്. ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷവും വ്യാജ സന്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ വെറുപ്പ് പ്രചരണം നടക്കുമ്പോൾ പ്രതികളെ പിടിക്കാതെ ഇരുട്ടിൽ തപ്പുന്ന പോലീസ് നിഷ്ക്രിയത്വത്തിൽ പ്രതിഷേധിച്ചാണ് മുസ്ലിം യൂത്ത് ലീഗ് കോഴിക്കോട് ജില്ലാ കമ്മിറ്റി SP ഓഫീസ് മാർച്ച് നടത്തുന്നതെന്ന് മുസ്ലിം യൂത്ത് ലീഗ് കോഴിക്കോട് ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് മിസ്ഹബ് കീഴരിയൂർ പറഞ്ഞു. മെയ് 9 വ്യാഴാഴ്ച രാവിലെ 10:30 മണിക്ക് വടകര SP ഓഫീസിലേക്കാണ് 100 കണക്കിന് പ്രവർത്തകർ പങ്കെടുക്കുന്ന മാർച്ച് നടക്കുക. യൂത്ത് ലീഗിന്റെ ഏതെങ്കിലും പ്രവർത്തകൻ സമാനമായ വിദ്വേഷ പ്രചരണം ഉണ്ടെങ്കിൽ അറസ്റ്റ് ചെയ്യണം, നിയമപരമായ നടപടി സ്വീകരിക്കണം. വാർത്താ സമ്മേളനത്തിൽ A ഷിജിത് ഖാൻ, C ജാഫർ സാദിഖ് തുടങ്ങിയവരും സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ധാർമ്മിക സദാചാര മൂല്യങ്ങൾ പുരോഗമനത്തിന് തടസ്സമാണെന്ന് വാദിക്കുന്നവർ കുടുംബ ബന്ധങ്ങളുടെ പവിത്രത ഇല്ലായ്മ ചെയ്യുന്നവരാണെന്ന് വിസ്ഡം ഫാമിലി കോൺഫറൻസ്. കുടുംബ ബന്ധങ്ങളുടെ മൂല്യത്തെക്കുറിച്ച് ബോധവൽക്കരണം നൽകിയാണ് കോഴിക്കോട് കടപ്പുറത്ത് ഫാമിലി കോൺഫറൻസ് നടന്നത്. വിശ്വാസ വിശുദ്ധി സംതൃപ്ത കുടുംബം എന്ന പ്രമേയത്തിലാണ് ഫാമിലി കോൺഫറൻസ് സംഘടിപ്പിച്ചത്. പുരോഗമന ചിന്തയുടെ മറവിൽ സമൂഹത്തിന്റെ കെട്ടുറപ്പിനെ ബാധിക്കുന്ന വിധം ധാർമ്മിക മൂല്യങ്ങളെ തകർക്കുന്ന സമീപനങ്ങൾക്കെതിരെ ബോധവൽക്കരിക്കുന്നതിന്റെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. പ്രമുഖ ഖുർആൻ വിവർത്തകനും വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റുമായ കുഞ്ഞി മുഹമ്മദ് പറപ്പൂർ കോൺഫറൻസ് ഉദ്ഘാടനം ചെയ്തു. വിസ്ഡം ഓർഗനൈസേഷൻ ജില്ലാ പ്രസിഡന്റ് VT ബഷീർ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ MK രാഘവൻ MP, അഹമ്മദ് ദേവർകോവിൽ MLA, ഡെപ്യൂട്ടി മേയർ CP മുസാഫർ അഹമ്മദ്, മുസ്ലിം യൂത്ത് ലീഗ് ജില്ലാ പ്രസിഡന്റ് മിസ്ഹബ് കീഴരിയൂർ എന്നിവർ അതിഥികളായി പങ്കെടുത്തു. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി TK അഷ്റഫ് മുഖ്യപ്രഭാഷണം നടത്തി. ട്രഷറർ K സജ്ജാദ്, വിസ്ഡം യൂത്ത് ജില്ലാ സെക്രട്ടറി AM ജംസീർ, വിസ്ഡം സ്റ്റുഡൻസ് ജില്ലാ സെക്രട്ടറി സുഹൈൽ കല്ലായി എന്നിവരും സംസാരിച്ചു. കേരള PSC മത്സര പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ സംഘടനാ പ്രവർത്തകർക്കുള്ള ഉപഹാരങ്ങളും
ചടങ്ങിൽ വിതരണം ചെയ്തു. ഇവിടെ നമുക്കറിയാം, വ്യത്യസ്തങ്ങളായ കുടുംബ പശ്ചാത്തലത്തിൽ വിവിധങ്ങളായ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്ന ആളുകളാണ് നാം ഓരോരുത്തരും. അതുകൊണ്ട് തന്നെ ആ അഭിമുഖീകരിക്കുന്ന വിഷയങ്ങളെല്ലാം അഡ്രസ് ചെയ്തുകൊണ്ടാണ് ഇൻഷാ അല്ലാഹ് നമ്മുടെ ഈ ഒരു ഫാമിലി കോൺഫറൻസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ വ്യത്യസ്തങ്ങളായ ജില്ലകളിൽ എട്ടോളം തരത്തിൽ പ്രഭാഷണങ്ങൾ ഇത്തരത്തിലുള്ള സമ്മേളനങ്ങൾ സംഘടിപ്പിക്കുകയും അതിന്റെയൊക്കെ കാഴ്ചക്കാരായിരുന്ന വ്യത്യസ്തങ്ങളായ ഇഷ്ടത്തിൻ്റെതല്ലാത്ത നമ്മുടെ കേരള മുസ്ലിം സമൂഹത്തിൽ നിന്ന് ഒരുപാട് ആളുകൾ അതിനെ കാതോർക്കുകയും ആ രൂപത്തിലുള്ള എല്ലാവരുടെയും കുടുംബത്തെ അഡ്രസ് ചെയ്തുകൊണ്ടുള്ള വിഷയങ്ങളാണ് ഇവിടെ അധികരിച്ച് സംസാരിക്കുവാനുള്ളത്. പീസ് റേഡിയോ സിഇഒ പ്രൊഫസർ ഹാരിസ് ബിൻ സലീം, വിസ്ഡം യൂത്ത് സംസ്ഥാന പ്രസിഡന്റ് കെ താജുദ്ദീൻ സ്വലാഹി, മുജാഹിദ് ബാലുശ്ശേരി, റഷീദ് കുട്ടമ്പൂർ, ഷിഹാബ് എടക്കര, സവ്വാൻ ബറാമി അൽ ഹിക്മി എന്നിവരും വിവിധ വിഷയങ്ങളിൽ പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർക്ക് ഉസ്ബെക്കിസ്ഥാനിൽ ആദരം. മധ്യേഷ്യൻ രാജ്യങ്ങളിലെ മുഫ്തിമാരും ഖാസിമാരും ചേർന്ന് ഗ്രാൻഡ് മുഫ്തിയെ ആദരസൂചകമായി ഹിർഖത്തുൽ ബുഖാരിയ എന്ന വസ്ത്രം അണിയിച്ചു. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ ഒരു മുസ്ലിം പണ്ഡിതൻ ഇതാദ്യമായാണ് ഒരു മധ്യേഷ്യൻ രാജ്യത്ത് ഇത്തരമൊരു ആദരം ഏറ്റുവാങ്ങുന്നത്. വിശ്വപ്രസിദ്ധ ഹദീസ് ഗ്രന്ഥമായ സ്വഹീഹുൽ ബുഖാരിയുടെ പഠനത്തിനും പ്രചരണത്തിനും നൽകിയ സേവനങ്ങളും ഇന്ത്യ കേന്ദ്രീകരിച്ച് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടത്തുന്ന വൈജ്ഞാനിക പ്രവർത്തനങ്ങളും പരിഗണിച്ചാണ് ഗ്രാൻഡ് മുഫ്തിക്ക് ആദരം നൽകിയത്. ആദരച്ചടങ്ങിന് താഷ്കന്റ് സുപ്രീം ഇമാം ഷൈഖ് റഹ്മത്തുല്ലാഹി തിർമിദി, ബുഖാറ മുഫ്തി ഷൈഖ് ജാബിർ ഏലോവ്, സുഖൻദരിയ ഖാസി ഷൈഖ് അലി അക്ബർ, സൈഫത്തുല്ലാഹ് തിർമിദി എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വ്യാജവൈദ്യം സമൂഹത്തിന് വെല്ലുവിളിയാണെന്നും ഇതിനെതിരെ ജാഗ്രത പാലിക്കണമെന്നും ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ. കോഴിക്കോട്ട് നടന്ന 45ാമത് ജില്ലാ സമ്മേളനം സബ് കളക്ടർ ഹർഷിൽ ആർ മീണ ഉദ്ഘാടനം ചെയ്തു. ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യ കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ 45ാമത് കോഴിക്കോട് ജില്ലാ സമ്മേളനം നടന്നു. സമ്മേളനം കോഴിക്കോട് സബ് കളക്ടർ ഹർഷിൽ ആർ മീണ IAS ഉദ്ഘാടനം ചെയ്തു. A good point about Ayurveda is that it focuses on treatment but holistic wellness and holistic immunity of a population. And I feel being in Kerala is especially very well posed, is one of the flagmark states when it comes to Kerala, and the general acceptance level of most of the populace when it comes to Ayurveda is very high, and it is also one of the major reasons why Kerala is a prominent even tourist destination. It has helped in improving immunity of the entire population, and obviously our proximity to Western Ghats, the medicinal plants that are there, and some of the niche techniques of Ayurveda like massages and all, which are very peculiar to Kerala. സാഹിത്യകാരനും മാധ്യമ പ്രവർത്തകനുമായ UK കുമാരൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു. AMAI കോഴിക്കോട് പ്രസിഡന്റ് ഡോക്ടർ ചിത്രകുമാർ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ അനൂപ് VP, ഡോക്ടർ അഖിലേഷ് കുമാർ, ഡോക്ടർ അനീന, ഡോക്ടർ ശുഭശ്രീ, ഡോക്ടർ സുബിൻ തുടങ്ങിയവരും സംസാരിച്ചു. ചടങ്ങിൽ രാംദാസ് വൈദ്യർ മെമ്മോറിയൽ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ്, സാകല്യ യങ് എന്റർപ്രണർ അവാർഡ് എന്നിവ വിതരണം ചെയ്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കൂടുതൽ വാർത്തകൾ കാണാം ഇടവേളയ്ക്ക് ശേഷം. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. സമസ്ത ലേണിംഗ് മൊബൈൽ വെബ് ആപ്ലിക്കേഷൻ ലോഞ്ചിങ്ങും സമസ്ത ഗ്ലോബൽ ഇൻഫോ സമ്മിറ്റും മെയ് 8 കോഴിക്കോട്ട് നടക്കും. സമസ്തയുടെ മദ്രസകളിൽ നേരിട്ട് പഠിക്കാൻ കഴിയാത്തവർക്കായാണ് ലേണിംഗ് സംവിധാനം സജ്ജമാക്കിയതെന്ന് സമസ്ത വിദ്യാഭ്യാസ വിഭാഗം അധികൃതർ അറിയിച്ചു. ഓഫ്ലൈനായി മദ്രസയിൽ പഠിക്കാൻ കഴിയാത്ത രാജ്യത്തിനകത്തും പുറത്തുമുള്ള മുസ്ലിം കുട്ടികൾക്ക്
മതപഠനം നടത്താൻ സൗകര്യം ഏർപ്പെടുത്തുന്ന പുതിയ സംവിധാനമാണ് സമസ്ത ഈ മദ്രസ. സമസ്ത ഇ ലേണിംഗ് ആപ്ലിക്കേഷൻ ലോഞ്ചിങ്ങിന്റെ ഭാഗമായി അക്കാദമിക സംവാദം, പ്രൊമോ വീഡിയോ റിലീസ്, ബ്രോഷർ പ്രകാശനം, അവാർഡ് ദാനം തുടങ്ങിയ വിവിധ പരിപാടികൾ നടക്കും. അബു സ്വാലിഹ് ഷരീഫ് മുഖ്യാതിഥിയായി പങ്കെടുക്കും. സമസ്ത പ്രസിഡന്റ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ആപ്ലിക്കേഷൻ ലോഞ്ചിങ്ങും സമ്മിറ്റ് ഉദ്ഘാടനവും നിർവഹിക്കും. പാണക്കാട് സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ ഇ ലേണിംഗ് ഡോക്യുമെന്ററി പ്രകാശനം ചെയ്യും. സമസ്ത ജനറൽ സെക്രട്ടറി പ്രൊഫസർ കെ ആലിക്കുട്ടി മുസ്ലിയാർ ബ്രോഷർ പ്രകാശനം നിർവഹിക്കും. തുടർ വിദ്യാഭ്യാസ കോഴ്സുകളുടെ സർട്ടിഫിക്കറ്റ് വിതരണ ഉദ്ഘാടനം സമസ്ത ട്രഷറർ പി ഉമ്മർ മുസ്ലിയാർ കൊയ്യങ്കോട് നിർവഹിക്കും. ചടങ്ങിൽ സംഘടന, വിദ്യാഭ്യാസ IT മേഖലകളിലെ പ്രത്യേകം ക്ഷണിക്കപ്പെട്ടവർ പങ്കെടുക്കുമെന്നും സമസ്ത ഇ ലേണിംഗ് സാരഥികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. അപ്പൊ നമ്മൾ ഇവിടെ മദ്രസകളിൽ കൊടുത്തുകൊണ്ടിരിക്കുന്ന ആ പാഠ്യപദ്ധതി അനുസരിച്ചുള്ള പുസ്തകങ്ങൾ, ടെക്സ്റ്റ് ബുക്കുകളൊക്കെ അനുസരിച്ച് കൊണ്ടുള്ള ആ ഒരു രീതിയിലുള്ള വിദ്യാഭ്യാസം നമ്മൾ കുട്ടികൾക്ക്, വിദേശ രാഷ്ട്രങ്ങളിലുള്ള കുട്ടികൾക്ക് ഓൺലൈൻ സംവിധാനത്തിലൂടെ നൽകുകയാണ്. എന്ന് വെച്ചാൽ അത് ഒരു ഗൂഗിൾ പ്ലാറ്റ്ഫോമിലൂടെ അല്ലെങ്കിൽ ആ രൂപത്തിലുള്ളതല്ല, നേരിട്ടുള്ള ക്ലാസ്സുകളാണ്. 10-15 കുട്ടികൾക്ക് ഒരു മെന്റർ എന്നൊക്കെ രൂപത്തിൽ സാധാരണ എങ്ങനെയാണോ ക്ലാസ്സുകൾ മദ്രസ ക്ലാസ് റൂമുകളിൽ നടക്കുന്നത് അതേ രൂപത്തിൽ തന്നെ ഓൺലൈൻ സംവിധാനത്തിൽ അവരുടെ മെന്ററിങ്ങും അതുപോലെ അവർ ശിക്ഷണവും അവരുടെ ഇന്ററാക്ഷനും പരീക്ഷയും ഒക്കെ നടത്തുന്ന രൂപത്തിൽ വിപുലമായ സംവിധാനമാണ് ഇതിനു വേണ്ടി ഒരുക്കിയിട്ടുള്ളത്. അപ്പൊ അതിന്റെ ഒരു ഇൻഫോ സബ്മിറ്റും ലോഞ്ചിങ്ങും എല്ലാം കൂടെ നമ്മൾ ഈ വരുന്ന 18-ാം തീയതി മറ്റന്നാൾ ബുധനാഴ്ച നടക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഷഹീദ് കുഞ്ഞിമരക്കാർ ആണ്ട് നേർച്ചയും ദുആ മജ്ലിസും 2 ദിവസങ്ങളിലായി ബേപ്പൂരിൽ നടന്നു. ബേപ്പൂർ മുദാക്കര മഹല്ല് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അരയ സമാജത്തിന്റെ സഹകരണത്തോടെയാണ് പരിപാടികൾ നടന്നത്. മതസൗഹാർദ്ദത്തിനും സാഹോദര്യത്തിനും വലിയൊരു മാതൃകയാണ് ബേപ്പൂരിലെ ഷഹീദ് കുഞ്ഞിമരക്കാർ ആണ്ട് നേർച്ചയും മറ്റ് ചടങ്ങുകളും. ബേപ്പൂർ മുദാക്കര മഹല്ല് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വർഷങ്ങളായി നടന്നുവരുന്ന ഈ മതപരമായ ചടങ്ങിന് ബേപ്പൂർ അരയ സമാജത്തിന്റെ സർവ്വ പിന്തുണയുമുണ്ട്. പരിപാടിയിൽ സ്നേഹസംഗമത്തോടൊപ്പം കിറ്റ് വിതരണവും നടന്നു. കോഴിക്കോട് ഖാസി സയ്യിദ് മുഹമ്മദ് കോയ ജമുലുല്ലി തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. ഇവിടെ ആഘോഷങ്ങളാണെങ്കിലും മറ്റു നമ്മുടെ വിശേഷ ദിവസങ്ങളാണെങ്കിലും അതിലൊക്കെ തന്നെ കൂട്ടമായി ഇടപഴകി ജീവിച്ചിരുന്ന ഈ സമൂഹം നമ്മുടെ ആഘോഷങ്ങളിൽ അവർക്ക് വേണ്ടി നമ്മുടെ ആഘോഷം പോലെ തന്നെ അവരെയും ആഘോഷത്തിലൊക്കെ പങ്കെടുപ്പിച്ച് അവരും പങ്കെടുത്തുകൊണ്ട് വളരെയേറെ സൗഹൃദപരമായ ഒരു കാലഘട്ടം കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. അതിലേക്ക് തിരിച്ചു വരികയാണോ എന്ന് തോന്നിപ്പോവുകയാണ് ഇന്നത്തെ ഈ സംഗമം. മദ്രസ സെക്രട്ടറി KP റാഫി സ്നേഹസംഗമ സന്ദേശം നൽകി. മഹല്ല് പ്രസിഡന്റ് അബൂബക്കർ ഹാജി അധ്യക്ഷത വഹിച്ചു. അരയ സമാജം പ്രസിഡന്റ് കരിച്ചാലി ദേവരാജൻ, സെക്രട്ടറി ശ്യാംജിത്ത്, മഹല്ല് ഭാരവാഹികളായ മുഹമ്മദ് ദാരിമി, KP റിയാസ് ഹാജി തുടങ്ങിയവരും പരിപാടികളിൽ പങ്കെടുത്തു. നമ്മുടെ പൂർവികന്മാർ എങ്ങനെയാണോ നമുക്ക് മാതൃക കാണിച്ചു തന്നത്, ആ മാതൃകയാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. ഇന്ന് ഇടക്കാലത്ത് വെച്ച് എന്താണോ സംഭവിച്ചത്, അത്തരത്തിലേക്ക് നമ്മളെ മനസ്സുകൾ തമ്മിൽ അകലാതിരിക്കാൻ നമ്മൾ ഒന്ന് എന്ന് വീണ്ടും തുടങ്ങേണ്ട അവസ്ഥയിൽ നിൽക്കുന്ന സമയത്താണ് ഈ ഒരു കൂട്ടായ്മയിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത്. ഈ ഒരു ആശയം നമ്മുടെ സമാജത്തിലെ കാരണവന്മാരോട് പറഞ്ഞ സമയത്ത് പറഞ്ഞ് അറിയിക്കാൻ പറ്റാത്ത സന്തോഷമാണ് നമ്മുടെ കാരണവന്മാരുടെ ഭാഗത്ത് ഉണ്ടായത്. സ്നേഹത്തോടെ മുന്നോട്ട് പോകാനുള്ള സാഹചര്യം ഈ 2 കമ്മിറ്റിയും ഉണ്ടാക്കാൻ പ്രതിജ്ഞാബദ്ധരാണ്. അതിനുവേണ്ടി നമ്മുടെ ഈ 2 സമിതികളും ഇവിടെ സജീവമായി പ്രവർത്തിക്കുമെന്ന് ഈ ജനങ്ങളെ സാക്ഷ്യം നിർത്തി ഞങ്ങൾ പറയുകയാണ്. ന്യൂസ് ബ്യൂറോ, ബേപ്പൂർ. റെയിൽവേ പോലീസിൽ നിന്നും സിറ്റി പോലീസിലേക്ക് ട്രാൻസ്ഫറായ RPF ഉദ്യോഗസ്ഥ സുമി P.ക്ക് വിവിധ സംഘടനകൾ ചേർന്ന് യാത്രയയപ്പ് നൽകി. ജനമൈത്രി പോലീസിന്റെയും TDRFന്റെയും സഹകരണം വിലപ്പെട്ടതാണെന്ന് സുമി പറഞ്ഞു. ജനമൈത്രി പോലീസ് പ്രവർത്തക സമിതി ചെയർമാൻ C. ചാക്കുണ്ണി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സ്തുത്യർഹമായ മാതൃകാ പ്രവർത്തനം നടത്തി സിറ്റി പോലീസിലേക്ക് സ്ഥലം മാറി പോകുന്ന P. സുമിക്ക് ഓൾ ഇന്ത്യ റെയിൽ യൂസേഴ്സ് അസോസിയേഷൻ, TDRF, ജനമൈത്രി പോലീസ് പ്രവർത്തക സമിതി എന്നിവരുടെ ആഭിമുഖ്യത്തിൽ യാത്രയയപ്പ് നൽകി. കോൺഫെഡറേഷൻ ഓഫ് ഓൾ ഇന്ത്യ റെയിൽ യൂസേഴ്സ് അസോസിയേഷൻ, TDRF എന്നിവരുടെ സഹകരണം മെച്ചപ്പെട്ട പ്രവർത്തനത്തിന് സഹായകരമായെന്ന് P. സുമി മറുപടി പ്രസംഗത്തിൽ പറഞ്ഞു. എന്തൊരു അപകടം നടന്നാലും, ആക്സിഡന്റ് ആയാലോ, തീ കൊണ്ടുപോകണോ,
ചടങ്ങിൽ ജനമൈത്രി പോലീസ് പ്രവർത്തക സമിതി ചെയർമാൻ ഷവലിയർ സി ചാക്കുണ്ണി അധ്യക്ഷത വഹിച്ചു. റെയിൽവേ അധികാരികളും യാത്രാ സംഘടനകളും യോജിച്ച് പ്രവർത്തിച്ച് ജീവനക്കാരിലും യാത്രക്കാരിലും ബോധവൽക്കരണം നടത്തിയാൽ അപകടങ്ങൾ കുറയ്ക്കാൻ കഴിയുമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. RPF SI അപർണ അനിൽകുമാർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. TDRF കോർഡിനേറ്റർ മഠത്തിൽ അബ്ദുൽ അസീസ് ഉപഹാരവും സ്റ്റേഷൻ മാനേജർ CK ഹരീഷ് പ്രശസ്തി പത്രവും TDRF വളണ്ടിയർ V ഷെറീന പൊന്നാടയും അണിയിച്ചു. SIമാരായ K നാരായണൻ, പ്രവീൺ കുമാർ, സീനിയർ CPOമാരായ M ബിനീഷ്, ഷൈജു, CCS CB ഡയറക്ടർ PA ജയപ്രകാശ്, TP വാസു, അൻവർ P തുടങ്ങിയവരും സംസാരിച്ചു. CIRUA സെക്രട്ടറി PI അജയൻ, വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് MK അയ്യപ്പൻ തുടങ്ങിയവരും സന്നിഹിതരായിരുന്നു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. വ്യാപാര വ്യവസായങ്ങളുടെ നിലനിൽപ്പിന് സർക്കാരുകൾ ആശ്വാസ നടപടികൾ സ്വീകരിക്കണമെന്ന് സിറ്റി മർച്ചന്റ്സ് അസോസിയേഷൻ. മിഠായി തെരുവിൽ ഗതാഗതം അനുവദിക്കണമെന്നും കോഴിക്കോട്ട് ചേർന്ന വ്യാപാരികളുടെ സംയുക്ത യോഗം ആവശ്യപ്പെട്ടു. GST നിയമത്തിലെ സങ്കീർണത, വൻകിട മാളുകൾ, ഓൺലൈൻ തെരുവ് വ്യാപാരങ്ങൾ, ആഘോഷ സ്കൂൾ സീസണുകളിലെ വിപണന മേളകൾ, ഗതാഗതക്കുരുക്ക്, പാർക്കിംഗ് സൗകര്യ ദൗർലഭ്യം, യാത്രാ ദുരിതം എന്നിവ കാരണം ചെറുകിട ഇടത്തരം വ്യാപാര വ്യവസായ സ്ഥാപനങ്ങൾ ഓരോന്നായി അടച്ചുപൂട്ടുകയാണെന്നും ഇതുമൂലം സ്വയം തൊഴിൽ കണ്ടെത്തിയ സ്ഥാപന ഉടമകളും ജീവനക്കാരും കയറ്റിറക്ക് തൊഴിലാളികളും തൊഴിൽ രഹിതരാവുകയാണെന്നും സിറ്റി മർച്ചന്റ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ നടന്ന സംയുക്ത യോഗം വിലയിരുത്തി. ഇത്തരം പ്രതിസന്ധികൾ മറികടക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളിൽ ബന്ധപ്പെട്ട സംഘടനകൾ യോജിച്ച് സമ്മർദ്ദം ചെലുത്തണമെന്ന് രക്ഷാധികാരി CE ചാക്കുണ്ണി ആവശ്യപ്പെട്ടു. ഒഴിയുന്ന മുറികൾക്ക് ആവശ്യക്കാരെ കിട്ടാതെ ചെറുകിട ഇടത്തരം കെട്ടിട ഉടമകളും പ്രതിസന്ധിയിലാണ്. കെട്ടിട നികുതി, വാടക കരാർ, സ്റ്റാമ്പ് ഡ്യൂട്ടി എന്നിവ ക്രമാതീതമായി വർദ്ധിക്കുന്നു. പ്രതിസന്ധിയിലായ വ്യാപാരികളെ സംരക്ഷിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും അടിയന്തര ആശ്വാസ നടപടികൾ സ്വീകരിക്കണമെന്നും സിറ്റി മർച്ചന്റ്സ് അസോസിയേഷന്റെയും പ്രത്യേക ക്ഷണിതാക്കളുടെയും സംയുക്ത യോഗം ബന്ധപ്പെട്ടവരോട് ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. മാപ്പിളപ്പാട്ട് ഗായകൻ രണ്ടത്താണി ഹംസയെ അനുസ്മരിച്ചു. 8ാമത് ചരമവാർഷികത്തിൽ മാപ്പിളപ്പാട്ടുകൾ ഉൾപ്പെടുത്തിയ ഗാനമേളയും അരങ്ങേറി. പരമ്പിൽ ബസാർ ദേശവാസി സംഘടനയാണ് പരിപാടി സംഘടിപ്പിച്ചത്. മാപ്പിളപ്പാട്ടുകളിലൂടെ ശ്രദ്ധേയനായ ഗായകൻ രണ്ടത്താണി ഹംസയുടെ 8ാമത് വാർഷികാനുസ്മരണം പറമ്പിൽ ബസാറിൽ നടന്നു. ഉദ്ഘാടന ചടങ്ങിൽ TV ബാലൻ, PM അബ്ദുറഹിമാൻ, C ജാഫർ, E രാമൻ, അനിൽകുമാർ, സജീഷ് പുല്ലാനിക്കാട്ട് തുടങ്ങിയവർ സംസാരിച്ചു. പറമ്പിൽ ബസാർ ദേശവാസി സംഘടനയുടെ ആഭിമുഖ്യത്തിലായിരുന്നു പരിപാടി. തുടർന്ന് ഹിന്ദി, തമിഴ്, മലയാളം സിനിമാ ഗാനങ്ങളും മാപ്പിള പാട്ടുകളും ഉൾപ്പെടുത്തിയ ഗാനമേള അരങ്ങേറി. കോയമോൻ കണ്ണാടിക്കൽ, ഷാജഹാൻ പറമ്പിൽ ബസാർ, ഷാജി പൂളക്കടവ്, അമീർ പൂളക്കടവ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്.
ഇശൽ മാനസം മാപ്പിള കലാസാഹിത്യ സംഘം കേരള 7ാമത് വാർഷിക കുടുംബ സംഗമവും അവാർഡ് സമർപ്പണവും മെയ് 7-ന് കോഴിക്കോട് ടൗൺ ഹാളിൽ നടക്കും. മാനസോത്സവം എന്ന പരിപാടിയിൽ സംഗീത പരിപാടികളും അവാർഡ് ദാനവും ഉണ്ടാകുമെന്നും സംഘാടകർ പറഞ്ഞു. ഗാനമേള, പിന്നെ കുറെ പേരെ ആദരിക്കുന്നത്, പിന്നെ കുറെ അവശകലാകാരന്മാരെ സഹായിക്കുന്നത് തുടങ്ങിയുള്ള ദീർഘമേറിയ പരിപാടിയുണ്ട് നാളെ. ഇശൽ മാനസം മാപ്പിള കലാ സാഹിത്യ സമിതി എന്നൊരു സംഘടന 1917 രൂപീകരിക്കപ്പെട്ടതാണ്. അതിൻ്റെ അണ്ടറിൽ പ്രവർത്തിക്കുന്ന ഒരു പ്രശസ്തമായ മാപ്പിള കലാ വാട്സപ്പ് ഗ്രൂപ്പാണ് ഇശൽ മാനസം. മാനസോത്സവം 24 എന്ന പരിപാടിയുടെ ഉദ്ഘാടനം അബ്ദുൽ സലാം ഫോക്കസ് മാൾ ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് അംഗങ്ങളുടെ ഇശൽ തേന്മഴ, ഓർമ്മകളിൽ KG സത്താർ റിയാലിറ്റി ഷോ, ഫൈസൽ എളേറ്റിൽ നയിക്കുന്ന മാപ്പിളപ്പാട്ട് ക്വിസ് പ്രോഗ്രാം എന്നിവ അരങ്ങേറും. വൈകിട്ട് നടക്കുന്ന സാംസ്കാരിക സമ്മേളനം പ്രശസ്ത കവി ബാപ്പു വാവാട് ഉദ്ഘാടനം ചെയ്യും. പ്രശസ്ത സംഗീത സംവിധായകൻ മോഹൻ സിത്താര ഇശൽ മാനസത്തിന്റെ വിവിധ അവാർഡുകൾ സമർപ്പിക്കുമെന്നും സംഘാടകർ അറിയിച്ചു. മാപ്പിളപ്പാട്ട് രചനാരംഗത്ത് 50 വർഷം, അതായത് അരനൂറ്റാണ്ട് പിന്നിട്ട ബഹുമാനപ്പെട്ട OM കരുവാരക്കുണ്ടനാണ് ഇത്തവണ മാനസം കനകതൂലിക അവാർഡ് നൽകുന്നത്. അതോടൊപ്പം തന്നെ മാപ്പിളപ്പാട്ട് രംഗത്തെ ഏറ്റവും പ്രഗത്ഭനായ ഗവേഷകൻ ശ്രീ ഫൈസൽ എളേറ്റിലിന് KG സത്താർ, പഴയകാല പ്രഗത്ഭനായ ഗാനരചയിതാവും ഗായകനും സംഘാടകനും ഒക്കെയായ KG സത്താറിന്റെ പേരിലുള്ള KG സത്താർ അവാർഡാണ് ഫൈസൽ എളേറ്റിലിന് നൽകുന്നത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും കോഴിക്കോട് ജില്ലാ വാർത്തകൾ എന്ന യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വടകരയിൽ തെരഞ്ഞെടുപ്പിന് ശേഷവും വാട്സാപ്പ് ഗ്രൂപ്പ് വഴി വർഗീയ പദാവലികൾ പ്രചരിപ്പിക്കുന്നവർക്കെതിരെ പോലീസ് നടപടിയെടുക്കണമെന്ന് മുസ്ലിം യൂത്ത് ലീഗ് നേതാക്കൾ. കുടുംബ ബന്ധങ്ങളുടെ പവിത്രത ഓർമ്മപ്പെടുത്തി വിസ്ഡം ഫാമിലി കോൺഫറൻസ്. ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർക്ക് ഉസ്ബെക്കിസ്ഥാനിൽ ആദരം. വ്യാജവൈദ്യം സമൂഹത്തിന് വെല്ലുവിളിയാണെന്ന് ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ. സമസ്ത ലേണിംഗ് മൊബൈൽ വെബ് ആപ്ലിക്കേഷൻ ലോഞ്ചിങ്ങും സമസ്ത ഗ്ലോബൽ ഇൻഫോ സമ്മിറ്റും മെയ് 8-ന് കോഴിക്കോട്ട്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.